പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ എന്തിനെ പറ്റിയായിരിക്കും വീഡിയോ ചെയ്യാൻ പോകുന്നത്? ഒരു ചിത്രം മാത്രം, ബബ്ബബ്ബ എന്ന ചിത്രം. നാളെ ബബ്ബബ്ബ എന്ന ചിത്രം റിലീഫ് ആകുകയാണ്. ദിലീപിൻ്റെ കരിയറിലെ പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ 18. നേരത്തെ ഒരു 8 ആയിരുന്നു, ഇപ്പോൾ ഒരു 18. കാരണം ഇത് ദിലീപിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം അതുപോലാണ് സാഹചര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് കുറ്റവിമുക്തനായതിന് ശേഷം വന്നേക്കുന്ന ഒരു ചിത്രം, ഒരു കൂട്ടർ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ നിൽക്കുന്നു. നമ്മുടെ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്ന കാര്യം ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിയുന്നു. അത് ഹൈക്കോടതിയിലൊക്കെ പോയി സുപ്രീം കോടതിയിലൊക്കെ പോയതിന് ശേഷം ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അന്ന് നമുക്ക് തീരുമാനിക്കാം അല്ലേ? അതാണ് സാഹചര്യങ്ങൾ. അപ്പോൾ ദിലീപിനെ സംബന്ധിച്ച് ഈ ബബ്ബബ്ബ എന്ന സിനിമ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ലാലേട്ടൻ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മികച്ച ഒരു നിർമ്മാണ കമ്പനിയുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. ഇത് തന്നെയാണ് ദിലീപിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. പിന്നെ ദിലീപിനെ സംബന്ധിച്ച് നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ദിലീപ് കുറ്റക്കാരനാണെന്ന് വിശ്വസിച്ച് മുന്നേറുന്നു. അവർ ഇനി ആര് വന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കാൻ തയ്യാറല്ല. അങ്ങനെ പോകുന്നു ഒരു കൂട്ടം. അതൊക്കെ വിട്ടുകൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ജഡ്ജ്മെൻ്റ് ഒന്നും എടുക്കാൻ നമ്മൾ തയ്യാറല്ല. ബബ്ബബ്ബ എന്ന സിനിമയെ പറ്റി പലരും ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇതിൻ്റെ പ്രിവ്യൂ ഷോയുടെ അഭിപ്രായം വല്ലതും വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഹൈ ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് മാഫും ക്ലാഫും ചേർന്ന് അങ്ങനെയൊക്കെയുള്ളൊരു ചിത്രമല്ല. അതിൻ്റെ നിർമ്മാതാക്കളായാലും അതിൻ്റെ അണിയറ പ്രവർത്തകരായാലും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു തെലുങ്ക് സിനിമ കാണുന്ന രീതിയിൽ തന്നെ ലോജിക്കൊന്നുമില്ല, ഒരു പ്രാന്തമായ സിനിമ. ഇത് തന്നെയാണ് അവർ പറയുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ. കാരണം അഴിഞ്ഞാടുകയാണ്. ഈ പാഠത്തിനകത്ത് പല പ്രാവശ്യം പറഞ്ഞ പോലെ അഴിഞ്ഞാടുകയാണ്. അത് ദിലീപായാലും ലാലേട്ടനായാലും അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് വലിയ ഹൈ ലെവൽ സാധനങ്ങളൊന്നും ഇല്ല, ബുദ്ധിപരമായി ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും കാണില്ല. ഇത് അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. കൈയടിക്കാനുള്ള ആവശ്യത്തിന് സാധനങ്ങൾ കാണും, ആക്ഷൻ രംഗങ്ങൾ കാണും, പാട്ടിന് പാട്ട് കാണും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും. ദിലീപിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ദിലീപിൻ്റെ വളരെ നിർണായകമായ ചിത്രമായതുകൊണ്ട് ദിലീപിൻ്റെ എല്ലാ മാനറിഫങ്ങളും ഇത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ ഇതിനകത്ത് കഴിയും എന്ന് 100% ഉറപ്പാണ്. ദിലീപിൻ്റെ പല ചിത്രങ്ങളിലും, വിജയിച്ച ചിത്രങ്ങളിലെ എല്ലാം ദിലീപിൻ്റെ ചില മാനറിഫങ്ങൾ ഈ ചിത്രത്തിൽ കൃത്യമായിട്ട് ഉപയോഗിച്ച് കാണും. ഇത് നമ്മൾ ട്രെയിലറൊക്കെ കാണുമ്പം പല പ്രമുഖ കഥാപാത്രങ്ങളും, നമ്മുടെ സലീം കുമാറിൻ്റെ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളെല്ലാം ഇതിനകത്ത് പലപ്പോഴും വന്നു പോകുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കിയ സാധനങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞാകാം ലാലേട്ടൻ്റെ വരവ്, അതൊരു 1.5 വരവാണ്. നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായി ലാലേട്ടനെ മലയാള പ്രേക്ഷകർ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ തന്നെ ആയിരിക്കും ലാലേട്ടൻ്റെ എൻട്രി. ഇത് ഗോകുലം മൂവീസ് പലപ്പോഴും അവർ ബഡ്ജറ്റ് കൂടിയ ബഡ്ജറ്റിൽ, ഇതൊരു 35-40 കോടി ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ചിത്രമാണെന്നാണ് പറയുന്നത്. അപ്പം ദിലീപിൻ്റെ സംബന്ധിച്ച് ഏറ്റവും കൂടിയ ബഡ്ജറ്റ് കൂടിയ ചിത്രമാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടിയ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ദിലീപിനെ സംബന്ധിച്ച് ഈ ബഡ്ജറ്റൊക്കെ എന്ന് പറഞ്ഞാൽ എടുത്താൽ പൊങ്ങാത്ത ബഡ്ജറ്റാണ്. കാരണം ഇതൊരു വിജയിക്കണമെങ്കിൽ ഒരു 80 കോടിക്ക് മുകളിലുള്ള തുകയെങ്കിലും കിട്ടിയെങ്കിൽ മാത്രം വിജയിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ OTT ഒക്കെ ഉണ്ടെങ്കിൽ അതുമെല്ലാം കൊണ്ട് വിജയിക്കാം. പക്ഷേ അങ്ങനെ വരുമ്പം ഇതെങ്ങനെ വിജയിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് മോഹൻലാലിനെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്യുന്നത്. അത് ഗോകുലം മൂവീസിൻ്റെ കായംകുളം കൊച്ചിൻ്റെ ചിത്രത്തിൽ ഹൈപ്പില്ലാതെ നിന്നൊരു ചിത്രം, നമ്മുടെ നിവിൻ പോളിയായിരുന്നു നായകൻ. അതിനകത്ത് ഒരു സുപ്രധാന റോളുമായിട്ട് ലാലേട്ടൻ വരുന്നു. പിന്നെ അതിൻ്റെ ഹൈപ്പങ്ങ് കൂടും. കായംകുളം കൊച്ചിണ്ണി ഏകദേശം ബിസിനസ് ഉൾപ്പെടെ 100 കോടിക്ക് മുകളിലാണ് അടിച്ചു കയറ്റിയത്. അതുതന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ലാലേട്ടനാണെന്നും പറയുന്നുണ്ട്. ഇതിനകത്ത് ദിലീപുണ്ട്, വിനീതുണ്ട്, ധ്യാനുണ്ട്, ഇവരൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും 20-25 മിനിറ്റാണ് ലാലേട്ടൻ്റെ രംഗങ്ങൾ. ഒരു കാമിയോ അല്ല, അതിൽ കൂടുതൽ സുപ്രധാനമായ റോള് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള. അതിനകത്ത് തന്നെ അഭിനയിക്കാൻ വേണ്ടി
ദിലീപിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലാലേട്ടന് ഇതിന് കൊടുത്തു എന്നാണ് കേൾക്കുന്ന കിംവദന്തി. അപ്പോൾ അതുതന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് മോഹൻലാൽ ഈ ചിത്രത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാനത് പറഞ്ഞത് ചിത്രം കയറി കണ്ടതിന് ശേഷം ഇത് അതാണ് ഇതാണ് മറ്റേതാണ്, ഇത് ലോജിക്കില്ല, ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഭയങ്കര കത്തിയാണ് എന്ന് പറയാൻ നിൽക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു കൃത്യം പറഞ്ഞാൽ ചിത്രം കാണാൻ കയറണ്ട, അഭിപ്രായങ്ങളൊക്കെ കണ്ടതിന് ശേഷം കയറാം. പക്ഷേ ഇത് ലോജിക്കൊന്നും ഇല്ലാതെ നമ്മൾ തെലുങ്ക് സിനിമ കാണും, പല തെലുങ്ക് സിനിമകളും കണ്ട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ളൊരു സാധനം മലയാളത്തിൽ വരുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അത് ലാലേട്ടനും ദിലീപും ഒക്കെ അഴിഞ്ഞാടുകയാണ്, അടിച്ചു പൊളിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. അതാണ് സിനിമ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുന്ന വ്യക്തികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്. പിന്നെ സിനിമയാണ്, ചിലപ്പം നമുക്കിഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലേ? ആ അവസ്ഥയാണ്. നമുക്ക് ചിലപ്പം ചില ചിത്രങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടും, പക്ഷെ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഓരോരുത്തരുടെ അഭിരുചി അവരവർക്ക് മാത്രമേ അറിയാവുള്ളൂ. എനിക്ക് തോന്നുന്നു പൊതുവേ നമ്മൾ ദിലീപ് ചിത്രങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലാസ്സൊന്നും ആയിരിക്കത്തില്ല ദിലീപ് ചിത്രങ്ങളെല്ലാം. ഫിയഡി മൂഫ അതുപോലെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചിത്രങ്ങളുണ്ട്, ആ ലെവൽ സാധനം തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ലയണല്ലേ, റൺവേ എന്നൊക്കെയുള്ള ചിത്രങ്ങളുടെ ഒരു പകർപ്പ് പോലെ ഈ ചിത്രത്തിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തോന്നി. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നൊരു കോമഡി നിറഞ്ഞ കഥാപാത്രമാണെന്ന് തോന്നുന്നു. ചിരിക്കാനുള്ള വകകളൊക്കെ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കാണും. പിന്നെ ധ്യാനുണ്ട്, ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെ ആകും, അല്ലേ? കാത്തിരിക്കാം. അപ്പം നാളെ 8 മണിക്കാണ് പടം റിലീസാകുന്നത്. ഏകദേശം 11 മണി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വരുന്നത്. അതിനു മുമ്പ് ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ് ചിലവർ വീഡിയോ ഇടും, അല്ല ഈ പടം കാണാതെ തന്നെ ചിലവർ വീഡിയോ ഇടും, ചിലപ്പോൾ ഇന്ന് രാത്രി മുതൽ ചിലവർ വീഡിയോ ഇട്ട് തുടങ്ങും. അതൊന്നും കേട്ട് വിശ്വസിക്കേണ്ട. ഏകദേശം 11-12 മണി കഴിഞ്ഞാൽ വരുന്ന റിവ്യൂ ആയിരിക്കാം പടം കണ്ടതിന് ശേഷമുള്ള റിവ്യൂകൾ. അപ്പോൾ കാത്തിരിക്കാം. ഏതായാലും നമ്മൾ ചിത്രം കാണാൻ പോകുന്നുണ്ട്, ആദ്യ ഷോയ്ക്ക് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടതിന് ശേഷം ബാക്കിയുള്ള അഭിപ്രായം പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.